ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ശിർക്കുൽ അസ്ഗർ റിയാഇനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഫഹാദാ ബഹ്റുൻ ലാ സാഹില ലഹ്, കരയില്ലാത്ത കടലാണ് റിയാ എന്ന് പറയുന്നത്. അതിൻ്റെ അവസ്ഥ അതിനു മാത്രമുണ്ട്. ഉലമാക്കൾ പറഞ്ഞു മാ ആലജ്തു ശൈഅൻ അശദ്ദ അലയ്യ മിൻ നിയ്യതി, എൻ്റെ നീയത്തിനേക്കാൾ പ്രയാസമുള്ള ഒരു കാര്യവും ഞാൻ ചികിത്സിച്ച് ഭേദമാക്കാൻ നോക്കിയിട്ടില്ല. ഞാനത് ഓരോ സന്ദർഭത്തിൽ ശരിയാക്കുമ്പോഴും അത് വേറൊരു കോലത്തിൽ കയറി വരും. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അല്ലേ നമ്മൾ എന്തെങ്കിലും ഒരാൾ കയറി വന്നു, നിസ്കാരത്തിൽ കയറി വന്നു, അപ്പോൾ നമ്മൾ നിസ്കാരമൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മൾ മനസ്സിൽ പറഞ്ഞു ശരിയാക്കാൻ പാടില്ല, അങ്ങനെ പാടില്ല, അവനെ കാണിക്കാനുമില്ല, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യണം. അങ്ങനെ നിസ്കാരം തുടരുമ്പോൾ മനസ്സിൽ വേറെ ചിന്ത വരും. ഇങ്ങനെ റിയാവൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാർ ആരുണ്ടാവുക? നീ തന്നെയല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ഒരാൾ വന്നാൽ അയാൾ കാണിക്കാതിരിക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന നീയല്ലേ ഉണ്ടാവുള്ളൂ. അതെങ്ങാനും നിനക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ ഓ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അത് തിരുത്തി കഴിഞ്ഞാൽ അപ്പം അടുത്ത ചിന്ത വരും. ഇതിനെക്കുറിച്ചൊക്കെ വിവരമുള്ള വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവോ? ഇങ്ങനെ ശരിക്ക് റിയാഇന് ഇത്ര സൂക്ഷ്മമായ വശമുണ്ട്, ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആരെപ്പോഴുണ്ടാവും? നീ എന്നല്ലേ ഉണ്ടാവുള്ളൂ. നോക്കൂ നിങ്ങൾ, റിയാ അത് ഓരോ രൂപത്തിൽ ഓരോ നിറത്തിൽ അത് കയറി വരും. ചിലപ്പോൾ നമ്മൾ അറിയ പോലും ചെയ്യില്ല. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇത് വലിയ ഇഖ്ലാസോട് കൂടിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരു 5-10 ദിവസം കഴിഞ്ഞ ഇബാദത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് ഇന്നവനെ കാണിക്കാനായിരുന്നു, അത് വേറൊരുത്തന് വേണ്ടിയിട്ടായിരുന്നു, ഇയാൾക്ക് വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ ഇബാദത്തുകൾ ഒരു 5-6 ദിവസം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കാം. ആ ചെയ്ത ഇബാദത്ത് അത് അള്ളാഹ്ക്ക് വേണ്ടി തന്നെയായിരുന്നോ? ഞാൻ അയാൾക്ക് കൊടുത്ത നസീഹത്ത് അള്ളാഹുവിന് വേണ്ടി തന്നെയായിരുന്നോ? ആ പറഞ്ഞ ഉപദേശം അള്ളാഹുവിന് വേണ്ടി തന്നെയായിരുന്നോ? ചിന്തിച്ചു നോക്കിയാൽ അല്ലെ നമുക്ക് ചിലപ്പോൾ അപ്പം തോന്നിയത് ഇഖ്ലാസ് തന്നെയാണ്. അതുകൊണ്ട് ഇമാം അൽ ആജൂരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു നഫ്സ് എന്നത്, നിന്റെ മനസ്സ് എന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു അഭിനേതാവാണ്. അവൻ ചിലപ്പോൾ നിന്റെ മുന്നിൽ വിനയം കാണിക്കും, അത് യഥാർത്ഥത്തിൽ തനിച്ച കിബറിലായിരിക്കും ഉണ്ടാകുക. എന്നോട് ചിലപ്പോൾ പറയും നീ വലിയ വിനയാന്യതനാണ്, പക്ഷേ അത് കടുത്ത കിബറിലായിരിക്കും.